ഇനി ഉള്ളത് മകരക്കൂറാണ്. ഉത്രാടത്തിൻ്റെ അവസാനത്തെ 3 പാദങ്ങൾ, അതായത് 2, 3, 4 പാദങ്ങൾ ചേർന്നതാണ് ഉത്രാടത്തിൻ്റെ മുക്കാല് എന്ന് പറയുന്നത്. തിരുവോണം, അവിട്ടത്തര, അവിട്ടത്തിൻ്റെ 1, 2 പാദങ്ങൾ ചേർന്നതാണ് മകരക്കൂറ്. ഇവർക്ക് ബുധൻ 2-ലാണ്. 2-ൽ ബുധനും കുജനും സർപ്പിയുമുണ്ട്. 3-ൽ സൂര്യനും ശനിയുമാണ്. മകരക്കാർക്ക് 6-ലാണ് വ്യാഴം. കുറച്ച് അനുകൂലമല്ല, ദൈവാധീനത്തിന് കുറച്ച് കുറവുള്ള കാലമാണ്. സംസാരം കൊണ്ട്, വാക്കുകളെ കൊണ്ട് ഉണ്ടാകുന്ന ചില ഗുണങ്ങളൊക്കെ ഇവർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ജോലി സംബന്ധമായിട്ട് ഈ സെയിൽസിലും മറ്റുമൊക്കെ ജോലിയുള്ള, അഥവാ മാർക്കറ്റിംഗ് മേഖലയിലും മീഡിയ, അതുപോലെ അധ്യാപനം, ഗവേഷണം, ഇങ്ങനെയുള്ള ജോലികളിൽ ഏർപ്പെടുന്നവർക്ക് ചില വിജയങ്ങളൊക്കെ കാണാൻ സാധ്യതയുണ്ട്. അവർ കുറച്ച് അതിൽ അവരവരുടെ ജോലിയിൽ ശോഭിക്കാൻ ഉള്ള കാലമാണ് ഇപ്പോൾ നടക്കുന്നത്. ധനപരമായിട്ട് ഒരു വരുമാനത്തിന് ഭംഗമൊന്നുമില്ല. സ്ഥിരമായിട്ടുള്ള വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ വരും. പുതിയ വരുമാന മാർഗങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. ആരോഗ്യത്തിനാണെങ്കിലും ശരാശരി ആരോഗ്യം, അഥവാ മറ്റ് രോഗങ്ങളൊന്നും തന്നെ പുതുതായിട്ട് വരാനില്ല. സാമാന്യം ആരോഗ്യസ്ഥിതി പൊതുവെ അനുകൂലമായിട്ടുള്ള കാലമാണ്. കുടുംബത്തിലും സന്തോഷകരമായിട്ടുള്ള അവസ്ഥ ഉണ്ടാകും. മറ്റ് കുടുംബാംഗങ്ങൾ നല്ല ബന്ധം അപ്കീപ്പ് ചെയ്യാൻ സാധിക്കുന്ന കാലമാണ്. പരിഹാരം എന്നുള്ള നിലയ്ക്ക് ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക, ഗണപതി ഹോമം നടത്തുക, വിഷ്ണുവിൻ്റെ അവതാരങ്ങൾ, അതായത് സുദർശനം, നരസിംഹം, ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ മുതലായിട്ടുള്ള അവതാരങ്ങൾ ഉള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും അവിടെ യഥാശക്തി വഴിപാട് കഴിക്കുന്നതും ഒക്കെ ഇവർക്ക് മറ്റ് ദോഷങ്ങളിൽ നിന്നും വിമുക്തി ഉണ്ടാകാൻ നല്ലത് തന്നെയാണ്.